ഹായ്, ഞാനിന്ന് വന്നിട്ടുള്ളത് കോഴിക്കോട് മീൻചന്തയുള്ള മാർക്ക് 4-ലാണ്. The storms we chase are leading us, and love is all we'll ever trust. Yeah, no, I don't wanna waste. പ്രിയോണ്ട് കാസിൽ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. നിലവിൽ മാർക്ക് 4-ന് 2 ഷോറൂംസ് ആണ് ഉള്ളത്. ഒന്ന് കാലിക്കറ്റ് മീൻചന്തയിലും ഒന്ന് കണ്ണൂർ തോട്ടടയിലും. മാർക്ക് 4-ന് ഇനി 2 പുതിയ ഷോറൂംസും കൂടി വരുന്നുണ്ട്. ഒന്ന് നമ്മുടെ കാലിക്കറ്റ് ലുലു മാളിന്റെ അടുത്തും അതേപോലെ തന്നെ കൊച്ചി കാക്കനാടും. ഇനി നമുക്ക് മാർക്ക് 4-ന്റെ കൂടുതൽ വാഹന വിശേഷങ്ങൾ അറിയാം. മാർക്ക് 4-നെ കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ പറഞ്ഞു തരാനായിട്ട് നമ്മുടെ കൂടെയുള്ളത് മാർക്ക് 4-ന്റെ ജനറൽ മാനേജർ ആയിട്ടുള്ള ദിനേഷ് സാറാണ്. ഹായ് സർ. ഹായ് ഹർഷ. പ്രിയോണ്ട് കാസിൽ ഇത്രയും വെറൈറ്റി കളക്ഷൻസ് ഞാൻ കണ്ടിട്ടേ ഇല്ല. ശരിക്കും എത്ര വർഷമായി ഇത് ഈ ഒരു ഷോറൂം സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര നാളായി? മാർക്ക് 4-ന്റെ ജേണി സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 5 വർഷമാണ് ആയിട്ടുള്ളത്. 5 ഇയേഴ്സോളായി. നമ്മള് ഇവിടെ കാലിക്കറ്റ് തന്നെയായിരുന്നു അതിന്റെ ഷോപ്പ്. സ്റ്റാർട്ടിംഗ് എവിടെയായിരുന്നു? സ്റ്റാർട്ടിംഗ് കാലിക്കറ്റ് തന്നെയാണ്. ഇപ്പൊ നമുക്ക് കണ്ണൂരും കൂടെ ഒരു ഷോറൂം ഇപ്പൊ നിലവിലുണ്ട്. അതെ. ഓക്കെ. ആരാണ് ഇതിന്റെ ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ ഓണേഴ്സ്? അവരൊക്കെ കാലിക്കറ്റ് തന്നെയുള്ള ആളുകളാണോ? അതെ, കാലിക്കറ്റുള്ള 2 പേരാണ് ഇതിന്റെ ഓണേഴ്സ് വരുന്നത്. ഒന്ന് വിനീത് സാറാണ്, ഒന്ന് രാകേഷ് സാറാണ്. ബേസിക്കലി ഇവര് കാലിക്കറ്റ് തന്നെയാണ്, കാലിക്കറ്റിലുള്ള വ്യക്തികളാണ്. ഈ മാർക്ക് 4 എന്നുള്ളൊരു പേര് വരാനായിട്ട് എന്തെങ്കിലും പ്രത്യേക റീസണോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എങ്ങനെ ഈ മാർക്ക് 4 എന്നുള്ളൊരു പേര് ചൂസ് ചെയ്യാനുള്ള കാരണം? അതായത് സ്പെസിഫിക്കലി റീസൺ ഉണ്ട്. കാരണം ഈ പറയുന്ന വിനീത് സാറിന്റെ വിനീഷ് MA എന്നാണ്. അപ്പം MA. ഓക്കെ. രാകേഷ് സാറിന്റെ രാകേഷ് K. ഓക്കെ. RK ആണ്. അപ്പൊ മാർക്ക് 4. 4 മീൻസ് അതിനകത്തൊരു കേനകത്തൊരു നമ്മൾ ശരി എന്നുള്ളൊരു മീനിങ് ഉണ്ട്. റൈറ്റ് ചോയ്സ്. അതെ, ബോർഡിനകത്ത് നമുക്ക് കാണാം ഒരു റൈറ്റ് ചോയ്സ്. അതായത് ഒരു കസ്റ്റമൈസിനുള്ള റൈറ്റ് ചോയ്സ് ആണ് മാർക്ക് 4. അതെ. ഇങ്ങനെ മാർക്ക് 4 എന്നുള്ളൊരു കമ്പനി സ്റ്റാർട്ടപ്പ് ചെയ്യാനായിട്ട് എന്തെങ്കിലും സ്പെസിഫിക് റീസൺസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ ഇതിന്റെ ഓണേഴ്സ് നേരത്തെ ഈ ഒരു ഫീൽഡിൽ തന്നെ വർക്ക് ചെയ്തിരുന്ന ആളുകളാണോ? ബേസിക്കലി പറയുകയാണെങ്കിൽ ഇപ്പം വിനീത് സാറുടെ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞാൽ 2006 മുതൽ പുള്ളി പോപ്പുലറിലാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഈവൻ രാകേഷ് സാറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞാൽ 2011 മുതൽ പുള്ളി കാർട്ടേഡ് എന്ന് പറഞ്ഞ കമ്പനിയിലായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ 2 ആളുകളും ഈ പറയുന്ന ഇവർ എനിക്ക് തോന്നുന്നു ഈ ഒരു ഫീൽഡിൽ പരിചയം ഉണ്ടായിരുന്നു. ഈ പുള്ളി ഇവർ 2 പേരും പരിചയം ഉണ്ടായിരുന്നു. ദെൻ ഇവർ ഫേസ് ചെയ്ത കുറച്ച് പ്രശ്നങ്ങൾ. ഇപ്പോൾ ഒരു എംപ്ലോയി ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഇവർക്ക് കസ്റ്റമേഴ്സിന് കുറച്ച് ഈ പറയുന്ന സെക്കൻഡ്സ് കാർസ് എല്ലാം കൊടുക്കുന്ന സമയങ്ങളിൽ ഈ ഒരു വർക്ക് ചെയ്ത ഫീൽഡും ആ ഒരു ഫീൽഡായിരുന്നു. അപ്പോൾ അവരന്ന് കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ അവർ ഫേസ് ചെയ്ത പ്രശ്നങ്ങൾ, ഈ ഒരു പ്രശ്നങ്ങൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ്ലി സോൾവ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു കൺസെപ്റ്റിലാണ് ഇവർ സ്റ്റാർട്ട് ചെയ്തത്. അതെ. ശരിക്കും മാർക്കറ്റിൽ ഇപ്പൊ നമുക്ക് പറഞ്ഞ ഒരുപാട് ഷോറൂംസ് വരുന്നുണ്ട്. ഈ പ്രിയോണ്ട് കാസിന്റെ ഒരുപാട് ഷോറൂംസ് നമുക്കിപ്പോൾ കാലിക്കറ്റൊക്കെ ആയാലും ഉണ്ട്. അപ്പൊ ഈ മാർക്ക് 4-ൽ വന്ന് ഒരു വെഹിക്കിൾ എടുക്കുന്നത് കൊണ്ട് കസ്റ്റമേഴ്സിന് എന്തെങ്കിലും എക്സ്ട്രാ ബെനിഫിറ്റ് കിട്ടാനുണ്ടോ? ഇപ്പം എനിക്ക് തോന്നുന്നു ഒരു ന്യൂ വെഹിക്കിളിൽ നിന്ന് ഒരു സെക്കൻഡ് ഹാൻഡ് വെഹിക്കിളിലേക്ക് ഒരു കസ്റ്റമർ പോകുന്ന സമയത്ത് കസ്റ്റമേഴ്സിന് എപ്പോഴും ഉള്ള ഒരു കൺസേൺ ആണ് ഈ പറയുന്ന വാറണ്ടി എന്ന് പറയുന്നത്. ഇപ്പം സെക്കൻഡ് ഒരു വണ്ടി നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഉറപ്പായിട്ടും ടെൻഷൻ ഉണ്ട്. കാരണം പുതിയൊരു വണ്ടി എടുക്കണ പോലെ അല്ലല്ലോ. ഓക്കെ. ഇപ്പോൾ ഹർഷ ഇപ്പോൾ ഓൾറെഡി ഒരു പുതിയ വെഹിക്കിൾ എടുക്കുകയാണെങ്കിൽ ഹർഷ ഏകദേശം ഒരു വാറണ്ടി കാര്യങ്ങളൊക്കെ കിട്ടുന്നതുകൊണ്ട് പുതിയ വെഹിക്കിൾസിലേക്കും പോകാം. ഓക്കെ. ഈ പറയുന്ന സെക്കൻഡ്സ് വണ്ടിയിലേക്ക് പോകുമ്പോൾ പൊതുവേ നമുക്ക് വാറണ്ടി കാര്യങ്ങളില്ല. ഓക്കെ. ഇപ്പം എന്തെങ്കിലും കംപ്ലയിൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് മേ ബി വലിയൊരു എമൗണ്ട് ഇതിന് വർക്ക്ഷോപ്പിൽ നമുക്ക് സ്പെൻഡ് ആവും. ഏറ്റവും കുറഞ്ഞത് എനിക്ക് തോന്നുന്നു അറൗണ്ട് ഒരു വണ്ടി മിനിമം എന്തെങ്കിലും ഒരു വർക്ക് ആയിട്ട് ബന്ധപ്പെട്ട് കയറിയാൽ മിനിമം ഒരു 25-30K എന്തായാലും ആവും. ഓക്കെ. മാർക്ക് 4 എന്നൊരു കസ്റ്റമർ വണ്ടി എടുക്കുന്ന സമയത്ത് നമ്മളൊരു ന്യൂ വെഹിക്കിൾ പർച്ചേസ് ചെയ്യുന്ന പോലെ തന്നെ 1 ഇയർ വാറണ്ടി കസ്റ്റമേഴ്സിന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 1 ഇയറിലേക്ക് ഈ വണ്ടിക്ക് എന്ത് കംപ്ലയിൻസ് വന്നാലും നമ്മൾ നോക്കിക്കോളും. നമുക്ക് കൊണ്ടുവരാം. അതായത് 1 ഇയർ നമ്മൾ എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ്. ഇപ്പൊ ഏത് വണ്ടി എടുത്താലും നമുക്ക് ഏറ്റവും വലിയൊരു എമൗണ്ട് സ്പെൻഡ് ആവുന്നത് എഞ്ചിനും ഗിയർ ബോക്സിനാണ്. അപ്പോൾ മാർക്ക് 4 നിന്ന് എടുക്കുന്ന എല്ലാ വണ്ടികൾക്കും ഒരു 2015 10 ഇയേഴ്സ് ഏജിങ് ഉള്ള എല്ലാ വണ്ടികൾക്കും നമുക്ക് എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സിന് മാർക്ക് 4 1 ഇയർ വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ഓതറൈസ്ഡ് ഡീലർഷിപ്പ് ഇവിടെ കൊണ്ടുവരണമെന്നില്ല. ഇപ്പം മാരുതിയുടെ വണ്ടിയാണെങ്കിൽ ഇവിടെയുള്ള ഡീലർഷിപ്പ് ഉണ്ട്. ഈ പോപ്പുലർ ഈ പറയുന്ന ഓരോ ഡീലേഴ്സ് ഉണ്ട്. ഷോറൂംസിൽ പോയാലും നമുക്ക് ആ വാറണ്ടിയോട് കൂടി തന്നെ വർക്ക് ചെയ്യാൻ പറ്റും.
വർക്കും കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അതെ. അതേപോലെ തന്നെ നിങ്ങളുടെ വീഡിയോസിലൊക്കെ എപ്പോഴും കാണുന്ന ഒരു കാര്യമാണ് ഈ 90-95% നിങ്ങൾ ലോൺ ഫെസിലിറ്റി അവൈലബിൾ ആണ്, ഫിനാൻസ് നിങ്ങൾ ചെയ്തു കൊടുക്കും എന്നുള്ളത് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പം അതെങ്ങനെയാ? അതായത് ഇപ്പം നോർമലി ഒരു സിവിലുള്ള കസ്റ്റമർ ആണെങ്കിൽ ഇപ്പം എനിക്ക് തോന്നുന്നു എല്ലാവരും അത്യാവശ്യം സാലറീഡ് ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു കേരളത്തിൻ്റെ ഒരു ടോട്ടൽ എക്കോണമി നോക്കുകയാണെങ്കിൽ അത്യാവശ്യം എല്ലാവരും സാലറീഡ് ആണ്. സോ നമുക്കൊരു വെഹിക്കിൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു വെഹിക്കിളിൻ്റെ ഒരു 10 lakhs ബഡ്ജറ്റാണ് വണ്ടിയെങ്കിൽ ഒരു 90% മുതൽ 100% വരെ കസ്റ്റമേഴ്സിന് ഫിനാൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ ഇവിടെ നിലവിൽ ഏകദേശം ഒരു 20 ഫിനാൻസ് എങ്കിലും നമ്മൾ മാർക്ക് 4 ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനകത്ത് ബാങ്ക്, അതായത് എല്ലാ ബാങ്കിന്റെ സ്റ്റാഫുകളും ഈ ഫിനാൻസ് കമ്പനിയുടെ സ്റ്റാഫുകളും മാർക്ക് 4 ലൈവായിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് നമുക്ക് വന്നു കഴിഞ്ഞാൽ കമ്പയർ ചെയ്ത് നമുക്ക് ഏത് ഫിനാൻസ് നമുക്ക് ചൂസ് ചെയ്യണം എന്നുള്ളത് നോക്കി നമുക്ക് എടുക്കാൻ പറ്റും. അതായത് ഏതിലാണ് നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റും കാര്യങ്ങളൊക്കെ നോക്കണം. അതെ, ഏതിലാണ് നമുക്ക് കുറവുള്ളത്. അതായത് നോർമലി ഫിനാൻസിന്റെ കേസ് എന്താ പറഞ്ഞാൽ ഇപ്പൊ ഒരാളുടെ കംപ്ലീറ്റ്ലി പ്രൊഫൈൽ ഡിപ്പെൻഡ്സ് ആണ്. ഇപ്പൊ ഇതിന് മുന്നേ ലോൺ എടുത്തിട്ടുണ്ട്, അത് കറക്റ്റ് ആയിട്ട് അവർ റീപേ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെറിയ ഇൻട്രസ്റ്റിൽ നല്ല ഏതെങ്കിലും ഫിനാൻസ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോ സിവിൽ ഇല്ല, ഇപ്പം മേ ബി ഈ പറയുന്ന കൊറോണ ടൈമിൽ ഒരുപാട് ആളുകൾക്ക് സിവിൽ ഇഷ്യൂസ് വന്നു. അപ്പൊ ഇൻ കേസ് സിവിൽ ഇഷ്യൂസ് വന്നാലും സിവിൽ ഇഷ്യൂ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ലോൺ ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. അതെ, അതായത് ഇപ്പൊ നോർമൽ സിവിൽ ഇഷ്യൂസ് ഇല്ല, ഒരു 750 എബോവ് നമുക്ക് ഇതിനകത്ത് സിവിൽ സ്കോർ വരുന്നുണ്ടെങ്കിൽ നമുക്ക് 100% ഫണ്ടിങ് കൊടുക്കാൻ പറ്റും. ഓക്കെ, ദെൻ നമുക്ക് സിവിൽ കുറച്ച് കുറവുണ്ട്. ഈ പറയുന്ന ഒരു 400 ബിലോ ഒക്കെ ആണെങ്കിൽ നമുക്ക് 70% നമുക്ക് എന്ത് ചെയ്യാം, ചെയ്തു കൊടുക്കാൻ പറ്റും. അതെ അതെ. അപ്പോൾ ഈ മാർക്ക് 4 ഏതൊക്കെ റേഞ്ചിലുള്ള കസ്റ്റമേഴ്സിനെയാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്? അതായത് നിങ്ങൾ ഏത് ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സിനെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്? ഇപ്പം നോർമലി ഇപ്പം വേറെ ഏത് ഷോറൂംസ് എടുത്താലും ഒന്നെങ്കിൽ ഒരു ഈ പറയുന്ന ഒരു മിഡ് സൈസ് വെഹിക്കിൾസ് ആയിരിക്കും ഉണ്ടാവാം, അല്ലെങ്കിൽ പ്രീമിയം ആയിരിക്കും ഉണ്ടാവാം. നമുക്ക് ഇവിടെ ഏത് സെഗ്മെന്റ് കസ്റ്റമേഴ്സ് വന്നാലും പ്രൊവൈഡ് ചെയ്യാനുള്ള വെഹിക്കിൾസ് ഇവിടെ ഉണ്ട്. ശരിയാണ്. ഓക്കെ, അതേപോലെ തന്നെ ഇപ്പം നമുക്കൊരു ബിലോ 1 lakh എടുത്താൽ പോലും നമുക്ക് വെഹിക്കിൾസ് ഉണ്ട്. 1 lakh ബിലോ വെഹിക്കിൾസും ഇവിടെ അവൈലബിൾ ആണ്. അതെ അതെ, 1 lakh തൊട്ടിട്ട് ഏകദേശം ഒരു 60 lakhs വരെയാണ് ഇപ്പം നമ്മളെടുത്തുള്ള വെഹിക്കിളിന്റെ റേഞ്ചസ് വരുന്നത്. ഇപ്പൊ ഈ ഒരു വണ്ടി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ വണ്ടിക്ക് ഏകദേശം എത്ര റേഞ്ചിൽ നമുക്ക് ചെയ്യാനായിട്ട്? ഇത് ജീപ്പ് കോമ്പസ് 4x4 ഓട്ടോമാറ്റിക് ആണ്. ഇത് പുതിയ വെഹിക്കിൾസിന് അറൌണ്ട് ഒരു 38 lakhsന്റെ മേലെ പ്രൈസിങ് വരുന്ന വെഹിക്കിൾ ആണ്. ഇത് നമുക്കൊരു 24.5 ആണ് നമുക്ക് ആസ്കിംഗ് പ്രൈസ് വരുന്നത്. ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ്. ഓക്കെ, പിന്നെ ദെൻ ഫിനാൻസ് ആണെങ്കിലും ഒരു നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ ഒരു 100% ഫണ്ടിങ് ചെയ്ത് കൊടുക്കാം. 100% ഫണ്ടിങ് നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, വൈറ്റ് കളറിലുള്ള 2 ഡിഫറെന്റ് ബ്രാൻഡാണ് നമ്മുടെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ടിരിക്കുന്നത്. ഇത് ഒരു ബെൻസ് ആണ്. ബെൻസ് എടുക്കണം എന്ന് ആഗ്രഹമില്ലാത്ത ആരും എന്തായാലും ഉണ്ടാവില്ല. എല്ലാം ഇപ്പൊ നോർമലി ഒരു ചെറിയ കുട്ടിയോട് ചോദിച്ചാലും പറയാം ബെൻസ്. ഓക്കെ, ഈ ഒരു വണ്ടി, ഈ ഒരു വെഹിക്കിളിന് എങ്ങനെയാ പ്രൈസ് വരുന്നത്? ഏത് മോഡലാണ് ഇത്? ഇത് ബെൻസിന്റെ തന്നെ CLA എന്ന് പറയുന്ന മോഡലാണ്. ബെൻസിന്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടല്ലേ ഇവിടെ? അതെ അതെ, 2-3 വെഹിക്കിൾ ഞാനിപ്പോ ഇവിടെ വരുന്നത് 2-3 വെഹിക്കിൾസ് അല്ല, ബെൻസിന്റെ തന്നെ ഒരു 4 മോഡൽസ് നമുക്കിപ്പം നിലവിലുണ്ട്. ഇവിടെ ഈ ഷോറൂമിൽ അവൈലബിൾ ആണ്, കാലിക്കറ്റ് ഷോറൂമിൽ. ഓക്കെ, അതായത് ഒന്ന് GLA ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ നമുക്ക് E ക്ലാസ് ഉണ്ട്. ഇത് CLA എന്ന് പറയുന്ന മോഡലാണ്. 2015 മോഡലാണ് CLA. ഓക്കെ, ദെൻ ഇതൊരു സ്പോർട്ടി മോഡലാണ്. അത്യാവശ്യം ഒരു മൈലേജ്, എനിക്കൊന്നു പൊതുവെ പ്രീമിയം വെഹിക്കിൾസിന് മൈലേജ് കുറവാണെന്നുള്ള ധാരണയാണ്, ഉണ്ട്, യൂഷ്വലി ഉണ്ട്. പക്ഷേ ഇതിനൊരു ഈ പറയുന്ന 16 എബോവ് 16 കിലോമീറ്ററിന്റെ മേലെ ഇതിന് മൈലേജ് കിട്ടും. ഡീസലില് അത്രയും മൈലേജ് കിട്ടുന്ന വെഹിക്കിളാണ്. ദെൻ ഇത് ഈ പറയുന്ന പ്രൈസ് പറഞ്ഞാൽ 19.5 ആണ് നമ്മൾ ആസ്കിങ് ചെയ്യുന്നത്. ആസ്കിങ് പ്രൈസ് ആണ്, നെഗോഷ്യബിൾ ആണ്. അതെ അതെ. ഓക്കെ, ഈ ഒരു വെഹിക്കിൾ ഒക്കെ ഇല്ലേ, ഇതൊക്കെ നമുക്ക് ഏകദേശം എത്ര? ഇത് വണ്ടി ഏതായിരുന്നു? ഇത് ഇഗ്നിസ്. ഇതൊക്കെ നമുക്ക് ഏകദേശം എത്ര ബഡ്ജറ്റിൽ നമുക്ക് ഇറക്കാനായിട്ട് വരും? ഏകദേശം എത്ര ഡൗൺ പേയ്മെന്റ്? ഇത് ഒരു ഏകദേശം ഒരു 1 lakh നമുക്ക് ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ഈ വണ്ടി എടുക്കാം. ഇത് ഓട്ടോമാറ്റിക് ആണ്. ഇപ്പം ലോ റേഞ്ചിൽ ഒരു ഓട്ടോമാറ്റിക് വെഹിക്കിൾ നോക്കുന്ന ആളുകൾക്ക് പ്രിഫർ ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. ഇത് 2022 ആണ്. ഇത് വെറും 9000 കിലോമീറ്റേഴ്സ് റൺ ചെയ്തിട്ടുള്ളൂ. ആകെ റൺ ചെയ്തിട്ടുള്ളൂ. അത് 725 ആണ് ആസ്കിങ്. നമുക്ക് ചെറിയ രീതിയിലൊക്കെ എന്ത് ചെയ്യാം, ചെറിയ ലിറ്റിൽ നെഗോഷ്യബിൾ എന്ന് പറയില്ലേ, ആ രീതിയിൽ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. ഓക്കെ, ഞാനിപ്പം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു i20 ഞാനിപ്പോൾ നിലവിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ വെഹിക്കിൾ ഇവിടുന്ന് എക്സ്ചേഞ്ച് എടുത്തിട്ട് എനിക്ക് ചെയ്യാനായിട്ട് പറ്റും? നിങ്ങൾ ഇവിടെ എക്സ്ചേഞ്ച് ചെയ്ത്
നമുക്ക് പുതിയ വെഹിക്കിള് അതായത് ഇപ്പം നിലവിലിപ്പം ഇപ്പം ഹർഷ ഏത് വണ്ടിയാണെങ്കിലും ഇപ്പം എക്സ്ചേഞ്ച് ചെയ്യാൻ സമയത്ത് നല്ലൊരു ബെസ്റ്റ് വാല്യൂ ബെസ്റ്റ് പ്രൈസ് നമ്മൾ പുറത്തുനിന്നുള്ള ഡീലേഴ്സിന്റെ അടുത്ത് കൊടുക്കുന്നതാണോ, അതായത് നിങ്ങളുടെ അടുത്ത് തന്നെ ഞങ്ങൾ തരുകയാണെന്നുണ്ടെങ്കിൽ ഏതായിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ ഏതായിരിക്കും? അതായത് ഇപ്പം ഹർഷന്റെ വണ്ടി ഇപ്പം നിലവിൽ ഇപ്പോൾ ഏത് വൈകിട്ട് ഫിനാൻസ് ഉള്ള വണ്ടിയായിരിക്കും, ചിലപ്പോൾ മേ ബി ഫിനാൻസ് ഇല്ലാത്ത വണ്ടിയായിരിക്കും. അപ്പോൾ ഏത് വെഹിക്കിളാണെങ്കിലും ഹർഷയ്ക്ക് മാർക്കറ്റിലുള്ള ഏറ്റവും ബെസ്റ്റ് പ്രൈസാണ് നമ്മൾ തരാം. ഓക്കെ, ഇനിയിപ്പോൾ ഫിനാൻസ് ഉള്ള വണ്ടിയാന്ന് വിചാരിക്കാം. ഇപ്പോൾ നമുക്കൊരു ഫിനാൻസ് 2 lakhs, ഇപ്പോൾ ഹർഷയുടെ വണ്ടിയുടെ വാല്യൂ ഒരു 7 lakhs ആണെങ്കിൽ 2 lakhs ഫിനാൻസ് ക്ലോസ് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് ഒരു 5 lakhs വാല്യൂ എടുത്തിട്ട് ഇപ്പോൾ ഈ വണ്ടിക്ക് നമ്മൾ 10.5 ആണ് ആസ്കിങ് ഈ ഒരു വെഹിക്കിളിന്. ഓക്കെ, ഇതിന് ഏകദേശം ഫ്രഷിന് നമുക്ക് ഒരു 14 ലക്ഷം രൂപ ഓൺ റോഡ് പ്രൈസ് വരുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ബാലൻസ് ഒരു 5 lakhs കൂടെ ഇതിനകത്ത് ലോൺ ചെയ്തിട്ട് ഹർഷയ്ക്ക് വണ്ടി തരാൻ പറ്റും. നമ്മളില്ലേ ഈ ഇതേപോലെ എക്സ്ചേഞ്ച് കാര്യങ്ങൾ തരുന്ന സമയത്ത് നമുക്ക് അതിന്റെ പേപ്പേഴ്സിലും കാര്യങ്ങളിലൊന്നും വേറെ പ്രശ്നങ്ങളോ അതായത് ഹർഷ ഇവിടെ ഒരു വണ്ടി തരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് നമ്മുടെ ഹർഷയുടെ വണ്ടി നമ്മൾ എക്സ്ചേഞ്ച് ചെയ്തു, ആ വെഹിക്കിൾ ഇറങ്ങി പോകുന്ന സമയത്ത് തന്നെ നമ്മൾ ഇതിന്റെ പേപ്പർ ഡോക്യുമെന്റ്സ് നമ്മൾ ക്ലിയർ ചെയ്യും. നോർമലി അങ്ങനെ ഒരു ഇഷ്യൂ വരാനുള്ള സാധ്യതയുണ്ടല്ലോ. അതായത് നോർമലി ഇപ്പൊ നിങ്ങൾ കസ്റ്റമേഴ്സിന്റെ ഇപ്പൊ നിങ്ങൾ വണ്ടി പർച്ചേസ് ചെയ്യുന്നെങ്കിൽ പേപ്പർ മാറ്റാതെ കുറച്ച് പ്രശ്നങ്ങളുണ്ടാവും. ഇഷ്യൂസ് ഒക്കെ വരുന്ന സമയത്ത് അങ്ങനെ കേട്ടിട്ടുണ്ട് ഞാൻ അങ്ങനത്തെ ഇഷ്യൂസ്. അല്ല, അങ്ങനത്തെ ഒരുപാട് ഇഷ്യൂസ് ഇപ്പൊ നിലവിലുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് ഇവിടെ തന്നു കഴിഞ്ഞാൽ കസ്റ്റമർക്കുള്ള ഒരു ഗ്യാരണ്ടി എന്ന് പറയുന്നത് ഇതിന്റെ എന്ത് റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ ക്ലിയർ ചെയ്യും. ഓക്കെ, ആ ഒരു ഡിലേ വരില്ല. അങ്ങനെ ഒരു ഡിലേ ഇവിടെ എന്തായാലും ഉണ്ടാവില്ല. അതേപോലെ തന്നെ നമ്മളിപ്പം പുതിയ വണ്ടി വാങ്ങിക്കാൻ എന്തായാലും പ്ലാൻ ഒന്നും ചെയ്യുന്നില്ല, പക്ഷെ ചെറിയൊരു ഫിനാൻഷ്യൽ ഇഷ്യൂ ഉണ്ട്. ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വണ്ടി ഇനി ഞാൻ സെയിൽ ചെയ്യാൻ പോവാ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാർക്ക് 4 വന്നു കഴിഞ്ഞാൽ ഒരു വെഹിക്കിൾ സെയിൽ ചെയ്യാനായിട്ട് ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ നടക്കുമോ? ഓ, ഓഫ് കോഴ്സ്. നമുക്കിപ്പം നമ്മൾ പർച്ചേസ് ചെയ്യുന്ന കംപ്ലീറ്റ് ആയിട്ട് ഈ പറയുന്ന കസ്റ്റമേഴ്സിൽ നിന്ന് തന്നെയാണ്. അപ്പം ഈ പറയുന്ന നല്ല വെഹിക്കിൾ ആണ്, ഈ പറയുന്ന വേറെ ഇഷ്യൂസ് ഇല്ല. നമുക്ക് കുറച്ച് ചെക്കിംഗ് പാരാമീറ്റേഴ്സ് ഉണ്ട്, നമ്മളതായിട്ടുള്ള ചെക്കിംഗ് പാരാമീറ്റേഴ്സ് ഉണ്ട്. അത് ചെക്ക് ചെയ്ത് മാർക്കറ്റിലുള്ള ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ തന്നെ നമ്മൾ വണ്ടി പർച്ചേസ് ചെയ്യും. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഒരു കസ്റ്റമറുടെ ആംഗിളിൽ നോക്കി കഴിഞ്ഞാൽ അയാൾക്കൊരു പുതിയ വണ്ടി വാങ്ങിക്കാനും അയാളുടെ കയ്യിലിരിക്കുന്ന ഓൾറെഡി ഉള്ള വണ്ടി സെയിൽ ചെയ്യാനും രണ്ട് കാര്യങ്ങൾക്കും നിങ്ങൾ വരേണ്ട സ്ഥലം എന്ന് പറഞ്ഞാൽ ശരിയായത് മാർക്ക് 4 തന്നെയാണ്. നോർമലി കസ്റ്റമേഴ്സിന് ഈ പ്രീ ഓൺഡ് വെഹിക്കിൾ എടുക്കുന്ന സമയത്ത് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട്. കാരണം ഈ പ്രീ ഓൺഡ് വെഹിക്കിൾ എന്ന് പറയുന്നത് എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് കംപ്ലയിൻറ്റ്സ് വരാനുള്ള സാധ്യതകളുണ്ടോ, അങ്ങനെ ഞാനും ഓൾറെഡി കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഞാനൊരു പുതിയ വണ്ടി എടുക്കണോ അതൊരു പ്രീ ഓൺഡ് ആയിട്ടുള്ള ഒരു കാർ നോക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു ഞാനും ഉണ്ടായിരുന്നത്. ഓക്കെ, ഇപ്പം ഹർഷയ്ക്ക് ക്ലിയർ ആയില്ലേ? നമ്മളിപ്പം ഈ ഒരു പുതിയ വെഹിക്കിൾ എടുക്കുന്ന പോലെ തന്നെ മാർക്ക് 4 നിന്ന് ഹർഷയ്ക്ക് ഒരു വെഹിക്കിൾ എടുക്കാം. അതിൽ ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് 1 year വാറന്റി ആണ്. അപ്പൊ ഇനി അങ്ങനെയുള്ള ടെൻഷൻസ് ഒന്നും ഇല്ല. എന്തായാലും ഞാനൊരു പ്രീ ഓൺഡ് വെഹിക്കിൾ ആണ് പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ എന്റെ റൈറ്റ് ആയിട്ടുള്ള ചോയ്സ് എന്ന് പറയുന്നത് മാർക്ക് 4 തന്നെ ആയിരിക്കും. ഒരു കസ്റ്റമറുടെ ആംഗിളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അയാൾക്കൊരു വണ്ടി വാങ്ങിക്കാനാണെങ്കിലും അതേപോലെ തന്നെ ഒരു വണ്ടി സെയിൽ ചെയ്യാനാണെന്നുണ്ടെങ്കിലും റൈറ്റ് ആയിട്ടുള്ള ചോയ്സ് എന്ന് പറയുന്നത് മാർക്ക് 4 തന്നെയാണ്.